ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ 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 ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള, നേരത്തെ ഒരു 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 പുറത്തു പറയാൻ കൊള്ളാത്ത ഒരു കേസിൽപ്പെട്ട ഒരു തന്ത്രിയൊക്കെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ്. വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും അടക്കം ഉള്ള പ്രധാനികൾ ആ വേദിയിൽ ഉണ്ടായിരുന്നതാണ്. പ്രധാനികൾ ഉണ്ടായിരുന്നൊരു വേദി അടക്കമുള്ള പരിപാടിയിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് സ്പോൺസർമാർ പറ്റിക്കും എന്ന് കരുതാവോ ശ്രീ പി ആർ ശിവശങ്കർ? എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. ഞാനും അത് തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാര്യം മാറ്റിവെക്കൂ. ഇതിനെ ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം, ഒരു എക്സ് ഓർ വൈ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെയോ ആയിക്കോട്ടെ, ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം നമുക്കറിയാം. അത് നടത്തുമ്പോൾ അതിന് സ്പോൺസർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ ആരാണ് സ്പോൺസർഷിപ്പ് കൊടുത്തത്, അയാളുടെ പേര് വിവരം കൃത്യമായി ഇപ്പോൾ കോടതിയിൽ പറയാൻ തയ്യാറാവണം. എക്സാമ്പിൾ, ഒരു എക്സ് കമ്പനി ഇതിൻ്റെ സ്പോൺസർഷിപ്പ് 1 കോടി ഏറ്റിരുന്നു, അത് ഇതുവരെ തന്നിട്ടില്ല, അവർ ഇന്ന ദിവസം തരും അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞു. അതിന് ഇന്നതാണ് അവരുടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ദ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ഈ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന കമ്പനികൾ ഇത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, ഇതത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ദർ വാസ് നോ സ്പോൺസർഷിപ്പ്. 1. 2, അങ്ങനെ സ്പോൺസർഷിപ്പ് ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമുക്കറിയാം, അതല്ലെങ്കിൽ അതിന് നടത്തുന്ന ഏജൻസി, അത് നടത്തിക്കുന്ന കമ്പനികളാണ് സാധാരണ അതിൻ്റെ നഷ്ടം സഹിക്കാറുള്ളത്. നമ്മളൊക്കെ അത്തരത്തിലുള്ള പല പല കേസുകളും കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അഡ്വാൻസ് എടുത്ത് കൊടുക്കുന്നു, എല്ലാ പണവും ടെൻഡർ ഇല്ലാതെ ഒരു പ്രത്യേക സംസ്ഥാനത്തെ എല്ലാവർക്കും വളരെ വിശ്വസ്തമായ ഒരു കമ്പനിക്ക് ആദ്യം തന്നെ പണം കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളത് കേട്ടുകേൾവില്ലാത്തതാണ്, നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ പണമായപ്പോൾ അത്തരത്തിൽ ഒരു ഏജൻസിക്ക്, ഈ പറയുന്ന ഊരാലുങ്കൽ, താങ്കൾ അതിന് മറ്റൊരു പേരാണ് പറഞ്ഞത്, ഏജൻസിക്ക് ആദ്യമേ നൽകുന്നു, എല്ലാം കടക്കുന്നു, കടം മുഴുവൻ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഭക്തൻ്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്നു. ഇത് വിശ്വാസമില്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് കേട്ടുകേൾവിയില്ലാത്തതാണ്. 1. 2, നമുക്കറിയാം ഇത്തരത്തിൽ ഈ ഒരു സംസ്ഥാന സർക്കാർ നടത്തുന്ന, ദേവസ്വം ബോർഡ് നടത്തുന്ന, സർവോപരി ശബരിമല അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന ഒരു വിശ്വാസ സംഗമം നോക്കൂ. ഇറ്റ്സ് ആക്ച്വലി എ ബ്രാൻഡിങ് ആണെങ്കിൽ ഇത്രയും നല്ല ബ്രാൻഡിങ് വേറെ എവിടെ കിട്ടാനാണ്? എന്നിട്ട് അതിന് സ്പോൺസർഷിപ്പിനെ കിട്ടിയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനെ, ദേവസ്വം ബോർഡിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഈ സംസ്ഥാന സർക്കാരിന് വിശ്വാസമില്ല. ഇപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ തിരുനാവായയിൽ ഇത്തരത്തിലുള്ള ബ്രാൻഡിങ്ങിൻ്റെ സപ്പോർട്ടൊന്നുമില്ലാതെ ഒരു വലിയ ജനസഹസ്രങ്ങളെത്തിയ വലിയൊരു സംഗമം നടന്നിരുന്നു. തിരുനാവായയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദിവസം വന്നത്. അവിടെ ശബരിമലയുടെ വലിയ ധനക്കൊഴുപ്പോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, അത് നടത്തിയവരിൽ ജനലക്ഷങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവിടെ പണക്കൊഴുപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു വലിയ ബ്രാൻഡിങ്ങായി, ജനങ്ങളുടെ പേരിൽ വലിയ വിശ്വാസം വന്നു. ഇവിടെയാണ് വ്യത്യാസം. ദേവസ്വം ബോർഡും ഇത്തരത്തിൽ പരിപാടികൾ നടത്തുന്ന സംഘടനകളും വിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പായിരുന്നു. ഇതിൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പിണറായി വിജയനെ ഹൈന്ദവരുടെ ഇടയിലേക്ക്, ശബരിമല വിശ്വാസികളുടെ ഇടയിലേക്ക് മറ്റൊരു ശബരിമല അയ്യപ്പൻ്റെ മറ്റൊരു മുഖമായി മാറ്റുക എന്നുള്ള ഒരു ബ്രാൻഡിങ് രീതിയാണ് നടന്നത്. അത് പൊളിഞ്ഞുപോയി. അതിന് ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്തു എന്നുള്ളതാണ് ഒരു കാര്യം. 2, ഇത് കുറ്റം പറയുമ്പോൾ ശ്രീ അനൂപിൻ്റെ കോൺഗ്രസിൻ്റെ പാർട്ടി എന്താ മനസ്സിലാക്കേണ്ടത്? 2015-17 ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥ കൂടി വന്നിട്ടുണ്ടല്ലോ. അന്ന് കൊടിമരത്തിൻ്റെ വിഷയത്തിൽ ഏതാണ്ട് 3.5 കോടി രൂപ കൊടിമരത്തിന് ചിലവ് വരുമെന്ന് പറയുമ്പോൾ ആ കൊടിമരത്തിൻ്റെ പണം മുഴുവൻ ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി, ഹൈദരാബാദ് കമ്പനി, അവർ നൽകിയിട്ടും എങ്ങനെയാണ് സുരേഷ് ഗോപിയും മോഹൻലാലും അടക്കമുള്ള ആൾക്കാരുടെ ഇന്ന് ഭക്തർ തന്നു എന്ന് പറഞ്ഞ് നല്ല തരത്തിൽ സ്വർണം, പലരും 5ഉം 10ഉം 25ഉം 50ഉം പവനൊക്കെ സ്വർണം മേടിച്ചിട്ട് അതിൻ്റെ തട്ടിപ്പുറത്തെ കഥയുണ്ടല്ലോ. അതെന്താ ഇവർ പറയാത്തത്? അതിനെക്കുറിച്ച് അന്വേഷണം വരുന്നില്ലേ? ഒരു സംസ്ഥാനത്തെ വളരെ പ്രമുഖനായ ഒരു ദേവസ്വം മന്ത്രിയുടെ അനിയന് ഇത്തരത്തിൽ കളവുണ്ടായിരുന്നു, അതിനെക്കുറിച്ചും ഉള്ള വലിയ തട്ടിപ്പിൻ്റെയും കഥ വന്നിട്ടുണ്ടല്ലോ. അതും നിങ്ങളങ്ങോട്ട് വിഴുങ്ങിയാണോ? അപ്പോൾ ഇരു മുന്നണികളും വർഷാവർഷങ്ങളായി, ഇത്തരം ധാരാളം കഥകളുണ്ട് കേട്ടോ, ഞാൻ സമയമില്ലാത്ത പറയുന്നില്ല. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ കൊടിമരത്തിൻ്റെ കാര്യത്തിലും അവിടുത്തെ പാത്രം മേടിച്ച കാര്യത്തിൽ എന്ന് വേണ്ട ഏത് കാര്യത്തിലാണ് ശബരിമല ദേവസ്വത്തിനെ കൊള്ളയടിക്കാത്തത്? ഇരു കൂട്ടരും നിർബന്ധമായി ഓരോ ദിവസവും ഇത്ര പണം വേണമെന്ന് പറഞ്ഞ് അവിടുത്തെ തന്ത്രിമാരുടെ അടുത്തും അവിടുത്തെ കടക്കാരുടെ അടുത്തും പണം മേടിക്കേണ്ടെന്നേ ഞങ്ങൾക്കറിയാം. ഇതൊരു കറവ പശുവിനെ പോലെ നിരന്തരമായി ശബരിമല പിഴിയുകയാണ്, ഇവർ തട്ടിപ്പ് നടത്തിയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ CPM കട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ശബരിമലയിലെ കൊടിമരത്തിൽ നിന്ന് കോടികൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ഇന്നത്തെ പ്രതിപക്ഷവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡിങ് നടത്തുവാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നു. അതിനെ
അതിനെ ശക്തമായി പിന്തുണയ്ക്കാൻ പറ്റാതെ ഇപ്പൊ ചോദ്യം വരുന്നു. ഇപ്പൊ ശിവകുമാരനും അനിയനും അതുപോലെ തന്നെ തട്ടിപ്പിന് ആ 2015-17 മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യും, SIT ചോദ്യം ചെയ്യും, ഒരു സംശയവുമില്ല. അപ്പോൾ ഇവർ പുറകോട്ട് പോകും. അതുകൊണ്ട് ഇരു മുന്നണികളും നടത്തുന്ന ഹൈന്ദവ വിശ്വാസികളെ ശബരിമലയിലെ മുഴുവൻ ആളുകളെയും പറ്റിക്കുന്ന, അയ്യപ്പൻ്റെ സ്വർണം കക്കുന്ന ഈ കൊള്ളയടിക്കെതിരെ ജനങ്ങൾ തിരിയണം. അതിനാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ശ്രീ ഹാഷ്മി സുന്ദരനാണ്, ഹാഷ്മി വളരെ മിടുക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് മാറുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ. ഓക്കെ ബിയാർ, പക്ഷേ ഈ പാത്രക്കൊള്ളയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഈ സുരേഷ് ഗോപിയുടെയും മോഹൻലാലിൻ്റെയും അടക്കം കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയതൊക്കെ മഹസറിലും കോടതിയിലും ഒക്കെ ഉള്ള കണക്കാട്ടോ. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആരോപണം രസീത് കൊടുത്തില്ല എന്നുള്ളതാണ്. ചട്ടലംഘനമൊക്കെ നമുക്കത് അടുത്ത സമയം കിട്ടാൻ ചർച്ച ചെയ്യാം. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.